അതിനുള്ളിൽ പോവാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഡെസർട്ട് എടുത്തു. ഇത് ഗുലാബ് ജാമ്, എന്തൊക്കെ സാധനങ്ങളുണ്ട് എനിക്ക് തന്നെ അറിയില്ല. ഒരു മഴവില്ല് കാണാണ്ടില്ലേ കുട്ടാൻ? റെയിൻബോ റെയിൻബോ നോക്ക്. അങ്ങനെ നെക്സ്റ്റ് ഡേ, രണ്ടാമത്തെ ദിവസം രാവിലെ 7 മണിക്ക് 10th ഡെക്കിൻ്റെ അവിടെ വന്നതാണ്. അവിടെ വലിയ തിരക്കൊന്നും തുടങ്ങിയിട്ടില്ല. ദൂരെ അവിടെ മഴവില്ല് കാണാം. മഴവില്ല് കാണണം. ആളുകളൊക്കെ എനിച്ച് വരുന്നുള്ളൂ, അത് കാരണം വലിയ തിരക്കായിട്ടില്ല. മുകളിലേക്ക് കയറട്ടെ. ഏകദേശം ഒരു 1 മണിക്കൂർ, 1.5 മണിക്കൂറിനുള്ളിൽ ലക്ഷദ്വീപ് അവർ അവിടെ എത്തുന്ന പറയുന്നത്. ഞങ്ങളെ പുറത്തേക്ക് ഇറക്കിയ 11 മണിക്കാണ്. 11 മണിക്കാണ് ഒരു ടൈം പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് 4 മണി വരെ ലക്ഷദ്വീപിലുണ്ട്. ഷിപ്പിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവാൻ ഞങ്ങൾ. ബാക്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല, ഇവിടെ അധികം ആൾക്കാരില്ല. അതിപ്പോൾ തുടങ്ങില്ല. ഇവിടെ റോക്ക് ക്ലൈംബിംഗ് ഉണ്ട്, പക്ഷെ ഇതാണ് ഇത് പെയ്ഡാണ്. റോക്ക് ക്ലൈംബിങ് കാര്യങ്ങളും അതവർ പടച്ചിട്ടേക്കാണ്. കുറച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആക്കും. നമുക്ക് കാശ് കൊടുത്തിട്ട് വേണമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പിടിച്ച് കയറാം. അതന്നെ, ഇതാണത് ബാക്ക് സൈഡ്. ആഹാ, ഓ വളരെ നീല വെള്ളമായി തുടങ്ങി. നമുക്ക് പോയി വരാം. ഇതൊരു റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ മുകളിലാണ് ജിമ്മുള്ളത്. 12 മണി വരെ ടൈം ഉണ്ടെന്ന് തന്നെ. വെറുതെ ഒന്ന് കറങ്ങാൻ വന്നതാണ്. ഇതിനുള്ളിലുള്ള സ്ഥലങ്ങൾ ഓരോന്ന് കണ്ടു തരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇവിടെ ഒരു സ്പായും സലൂണൊക്കെ ഉണ്ട്. അവിടെ സ്പാലും സലൂണിലൊക്കെ നമ്മൾ പെയ്ഡാണ്, കാശ് കൊടുക്കണം. ജിമ്മ് ഫ്രീ ആണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ റോക്ക് ക്ലൈംബിങ് നേരത്തെ കണ്ടു, അത് കാശ് കൊടുത്തിട്ട് അതൊരു ആക്ടിവിറ്റിയാണ്. അത് വേറെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം അതിനൊക്കെ. ഈ ഷോറിൽ പോകുന്നതിന് തന്നെ എക്സ്ട്രാ പേ ചെയ്യണം. അത് നമുക്ക് താഴെ ഈ താഴെ നമ്മൾ ഷോറിൽ, അതായത് നമ്മൾ ലക്ഷദ്വീപിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ കരയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ കാശ് കൊടുക്കണം. ആ പേ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ സ്നോർക്കലിങ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സ്നോർക്കലിങ് ചെയ്യാൻ ഓൾമോസ്റ്റ് അത് ഫുള്ളായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഒരു ഗ്ലാസ് ബോട്ടം ബോട്ടുണ്ട്, അതിലൊരു ട്രിപ്പ് എടുത്തിട്ടുള്ളത്. ഒരു തവണ വന്നിട്ട് നമ്മൾ ഇതിൽ ക്രൂയിസ് യാത്ര വളരെ നല്ലതാണ് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസാണ്. എല്ലാവരും പറ്റാവുന്നവർ ചെയ്യുക ക്രൂയിസിൽ. നമ്മുടെ കൊച്ചിയിലുണ്ട്, കൊച്ചി ലക്ഷദ്വീപ് ഉണ്ട്, കൊച്ചി ചെന്നൈ അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ ഓരോ സമയത്ത് ഓരോ റൂട്ടിലായിരിക്കും. ഇവർ കോഡേലിയ ക്രൂയിസിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. നമുക്ക് പറ്റണത് അതായത് സെലക്ട് ചെയ്യാം. നമുക്കതിൽ സെലക്ട് ചെയ്ത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഞാനങ്ങനെയാണ് ബുക്ക് ചെയ്തത്. അവരുടെ വെബ്സൈറ്റ് കൂടെ ഞാൻ ബുക്ക് ചെയ്തത്. ഏതായാലും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണിത്. അടിപൊളി. ഇതിലേ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വല്ല
വേസ്റ്റ് പിന്നെ തുപ്പ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ $1000 ഫൈൻ എഴുതി വെച്ചേക്കണം. പക്ഷെ ഇവിടെ ഇന്നലെ രാത്രി ഇവിടേക്ക് നിന്ന് ആൾക്കാർ സിഗരറ്റ് വലിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഫസ്റ്റ് എടുക്കാൻ പോവാം. ആദ്യം എന്തൊക്കെയല്ലേ നോക്ക്. മഫിൻസ് ഉണ്ട്, ദോശ മാവ് അതൊക്കെ ഉണ്ട്. എടുക്കട്ടെ അതായത്. അപ്പോൾ ഞാൻ ദോശ എടുത്തു, വട, ഒരു ഓംലെറ്റ്, പിന്നെ ഇതൊരു ആലു പൊറോട്ട, സാമ്പാർ, ജ്യൂസ്, ഒരു കോഫി, വേറെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതെന്തോ ആലുവിൻ്റെ തന്നെ എന്തൊരു സാധനമാണ് അല്ലേ, അടിപൊളിയാണ്, നല്ല സുഖം. രാവിലെ എനിക്ക് ഫുഡ് അടിക്കാം അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയല്ലേ. ഫുഡ് എടുത്തേക്കണേ സോസേജാ. അപ്പം അതിന് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് മുകളിലത്തെ ഡെക്കിൽ വീണ്ടും വന്ന് ഇവിടെ ഇരിക്കുക. ഇനിയിപ്പോൾ ഷോറിലേക്ക് എത്തണ വരെ ചുമ്മാ കാറ്റൊക്കെ അടിച്ച് ഇവിടെ ഇരിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വയറ് ഫുള്ളായി. ഇനി ഇവിടെ ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. ഏത് അപ്പോൾ ഷിപ്പ് ഇവിടെ ഏകദേശം ഒരു രാവിലെ ഒരു 9:30 ഇവിടെ എത്തി. 9:30 എത്തിയ ഒരു 10:15 ഒരു ലക്ഷദ്വീപിലേക്ക് ആളുകളെ ഇങ്ങനെ ഓരോരുത്തർക്കും ഒരു ഫ്ലോട്ടിങ് ടൈമുണ്ട്. ആ ടൈമിനാണ് അവർ ആളുകളെ കൊണ്ടുപോകുക. അപ്പം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സമയം 12:15. ഓരോ 15 മിനിറ്റിൽ ഓരോ ഫ്ലോട്ടുകളുണ്ടായിരിക്കും. ഓരോ ഇതിലും ഏകദേശം 150 ആളെങ്കിലും വെച്ച് പോകുന്നുണ്ട്. താഴെ വിടുന്ന് ബോട്ടിലാണ് കൊണ്ടുപോകുക. ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 12:15 ഞങ്ങളുടെ ഫ്ലോട്ട്. $1,048. Okay, for safety reasons, requesting all passengers to pass both the hands. Please keep moving. ഞങ്ങൾ അങ്ങനെ ലക്ഷദ്വീപിലേക്ക് ഷോറിലേക്ക് പോകാനുള്ള ബോട്ടിൽ കയറി. കുറേ നേരം ക്യൂ നിന്നുണ്ടാവും. ക്യൂ അല്ല, അവിടെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം 1 മണി. ഇനിയിപ്പോൾ ഷോറിൽ പോയിട്ടൊരു ഗ്ലാസ് ബോട്ട് റൈഡ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഷോറിലിരിക്കാതെ 4 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു പോരാ. അപ്പോൾ ബോട്ട് ഇവിടുന്ന് വിടുക. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഷോറിലെത്തി. ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ വേറെ കാറിലും ഇതിലേക്ക് ആയിട്ട് നമ്മളെ കൊണ്ട് വേറെ ഒരു ഷോറിലേക്ക്, പ്രൈവറ്റ് ഷോറിലേക്ക് കൊണ്ടുപോകും. ഈ കോടയിലെ ക്രൂസിൽ വരുമ്പോൾ നമുക്ക് പെർമിറ്റ് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും തന്നെ ചെയ്യാം. അപ്പോൾ അവരുടെ ബീച്ചിൽ കൊണ്ടുപോയി തിരിച്ച് നമ്മളെ അതേപോലെ തന്നെ ഈ ബോട്ടിൽ തിരിച്ച് ഷിപ്പിലേക്ക് കയറ്റും. ഏതായാലും പുറത്തേക്ക് ഇറങ്ങണ്ട. പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണാം. അവിടെ ഞങ്ങളുടെ ഷിപ്പ് അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ഷിപ്പ് അവിടെ കിടക്കുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ചെറിയ വണ്ടികളിലായിട്ട് ഞങ്ങളെ ഓരോ ഷോറുകളിലേക്ക് കൊണ്ടുപോകും. ഇവിടെ വെയിറ്റ് ചെയ്യണം. ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ബാക്കി നമുക്ക് കാഴ്ചകൾ കാണാം. കയറി 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 ഓ
ഇത് ഈ ഷിപ്പിൽ വരുന്നവർക്കുള്ള ഇതാണ്, ഷോറാണ്. ഇതൊരു സെപ്പറേറ്റ് ഒരു പ്രൈവറ്റ് ബീച്ചായിട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ നമുക്കിവിടെ കയറി കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, ഓരോന്ന് കാണാം. അതെ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻട്രി ടു ദിസ് ബീച്ച് ഓൺലി ഫോർ കോഡേലിയ ക്രൂയിസ് ടൂറിസ്റ്റ്. ഏതായാലും നമുക്ക് അതിനുള്ളിൽ കയറാം. അകത്തി നമുക്ക് അതിനുള്ളിൽ പോവാം. ഞങ്ങളുടെ നമ്പർ LK 06 ആണ്. അപ്പോൾ ഞങ്ങൾക്ക് LK 06 ആണ് ഞങ്ങളുടെ നമ്പർ. അപ്പോൾ അവിടെ കയറി അവിടെ നമ്മുടെ ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ. തോന്നിയത് കാണിക്കരുത് കുട്ടാ, ഇവിടെ നിൽക്ക്. ഈ വെള്ളിമീന് ചെറിയ മീന് മാത്രമേ ഉള്ളൂ, ഷാർക്ക് ഇല്ല, പിന്നെ ജെല്ലി ഫിഷ് ഇല്ല, ആമ ഇല്ല. ജെല്ലി ഫിഷ് എന്തോ സ്ഥലം വെള്ളത്തിലുണ്ടാകുന്നത് എന്തോ എന്തോ जाके जो डाली वोट ना बोले അമ്മയുടെ പറയാ പാപ്പ എവിടേക്ക് പോകും അമ്മയ്ക്കറിയാം. അങ്ങനെ ഗ്ലാസ് ബോട്ട് റൈഡ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ കുറച്ച് ബീച്ചിൽ കിടക്കണം. അപ്പോൾ ആ ബാഗെല്ലാം ഇവിടെ ക്ലോക്ക് റൂമിൽ എടുത്ത് വെച്ചിട്ട് വേണം ബീച്ചിൽ പോകാൻ. അപ്പോൾ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങിയടിക്കട്ടെ. അത് കഴിഞ്ഞ് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഷിപ്പിലേക്ക് തന്നെ പോകും. ഏതായാലും ഇത് കുഴപ്പമില്ല. ഈ ആമ, കോറൽ അതൊക്കെ കാണാം ഇതിൽ പോയി കഴിഞ്ഞാൽ. നന്നായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത്ര എനിക്ക് ധൈര്യമില്ല. അതാ ലക്ഷദ്വീപിലെ ബീച്ചില്, അഗട്ടി ബീച്ചില്. ആഹാ, കാശ് പോയി പണം പോയി പവർ വരട്ടെ. അതാണ് ഇപ്പോഴത്തെ ഇത്. അടിപൊളിയല്ലേ കൂട്ടോ. ഇത് കോഡേലിയ ക്രൂയിസിൽ വരുന്നവർക്കുള്ള പ്രൈവറ്റ് ബീച്ചാണ്. അതിൽ വരുന്ന ആളുകൾക്ക് മാത്രമേ
ഈ ബീച്ചിൽ പ്രവേശനമില്ലേ. അപ്പം അത് കാരണം വേറെ ഔട്ട്സൈഡേഴ്സൊന്നും ഉണ്ടാവില്ല. ഇത്ര ആൾക്കാർ അതിലുള്ളതിനുണ്ട്. 1800ഓളം ട്രാവലേഴ്സ് ഉണ്ട് ആ ഒറ്റ ഷിപ്പിൽ. പിന്നെ ക്രൂസ് വേറെ, എല്ലാം കൂടി 12,500 ആൾക്കാരുള്ള ഷിപ്പാണ്. അപ്പോൾ ലക്ഷദ്വീപ് നമ്മുടെ തൊട്ടടുത്തുള്ള, കേരളത്തിൻ്റെ തൊട്ടടുത്തുള്ള വളരെയധികം ഇവിടുത്തെ ബീച്ച് ഇത്രയും ബ്യൂട്ടിഫുള്ളാണ്. നീലനിറം, ഈ നീലനിറം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കോറൽ ഇത്, അതായത് പവിഴപ്പുറ്റ് പൊടിഞ്ഞിട്ട് ഈ മണ്ണിൽ ചേർന്നിട്ട് വരുന്നതുകൊണ്ടാണ് ഈ വെളുത്ത നിറം വരുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിലുള്ള പോലെ നദികളൊന്നും ഇതിലേക്ക് അങ്ങനെ ഒഴുകി വരുന്നില്ല. അത് കാരണം ഇത്രയും ക്ലീൻ വാട്ടറായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ചളി വരുന്നില്ല ഇതിലേക്ക്, അതുകൊണ്ട് ഇത്രയും ക്ലിയർ ആയിട്ട് കാണണം. അടിപൊളിയല്ലേ? അപ്പോൾ തിരിച്ച് ഷിപ്പിൽ ചെന്നിട്ട് ഇനി കാണാം. ഓക്കെ, ബൈ. ആ അത് കാണില്ല. എടേ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ലക്ഷദ്വീപിലെ അഗത്തി ബീച്ചിൽ നിന്നും ഞാനും സംഘവും. ഷിപ്പ് അങ്ങനെ ഷോറ് വിട്ട് തുടങ്ങി. ഞങ്ങളിവിടെ പുറത്ത് പോയ ബോട്ട് ഇതിന്ന് തന്നെ ഇറക്കിയതാണ്. അത് ഞാൻ തിരിച്ച് കയറ്റുന്ന ഇപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അത് ഇതിന്ന് തന്നെ ഇറക്കിയതാണുള്ളത്. പിന്നെ അതിന് അവിടെ ലാൻഡ് ചെയ്യാനുള്ള ഒരു സാധനം അത് പുറത്തുനിന്ന് ഒരു കൊണ്ടുവന്നത്, അത് വലിച്ച് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. ഇതിപ്പോൾ ഇവിടെ ഒരു മ്യൂസിക് പ്രോഗ്രാം നടക്കുന്നുണ്ട്, അപ്പം അതിനുള്ളിൽ വന്നിരിക്കണതാണ്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇന്നത്തെ ദിവസം കഴിയും. രാത്രി ഒരു രാത്രി എത്ര മണിക്കാ? 10 മണിക്ക്. എപ്പോഴാണ് മാജിക് ഷോ? 10 മണിക്കൊരു മാജിക് ഷോ ഉണ്ട് രാത്രി. അത് കഴിഞ്ഞ് ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു. പിന്നെ നാളെ ഒരു പകൽ മുഴുവൻ ഉണ്ട്. മറ്റന്നാൾ രാവിലെ ഞങ്ങൾ ഇവിടെത്തും, ബോംബെയിലെത്തും. വിട്ടു മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഒറ്റയ്ക്ക് അവർ താഴെ മ്യൂസിക് കേട്ടിരിക്കുക. ഞാൻ എന്താ മുകളിലേക്ക് എന്താ ചുമ്മാ അമ്പിളിയമ്മാവനെ കാണുന്നു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. വാറ്റ് 69, സിഗ്നേച്ചർ, ബക്കാഡി, പിന്നെ ആൻറ്റിക്കുട്ടി, കുറേ ഉണ്ട്. സ്മിർനോഫിൻ്റെ വെറൈറ്റി ഉണ്ട്. പിന്നെ അപ്പുറം പോയി കഴിഞ്ഞാൽ റെഡ് ലേബൽ, ബ്ലാക്ക് ലേബൽ, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവിടെ കുറച്ച് ഫോട്ടോഷൂട്ട് നടക്കണ്. കൂട്ടനാണ് ക്യാമറമാൻ. അവിടെ അല്ലീത് അവിടെ നിൽക്കണു. അവിടെ വേറെ ആൾ നിൽക്കണു. ഞാനാണ് ഈ ക്യാമറ പിടിച്ചതിങ്ങനെ, ഞങ്ങളിതിങ്ങനെ ഇവിടെ. ടൂറിൽ പോയ കാരണേ ഉച്ചയ്ക്ക് ഇന്ന് ലഞ്ച് കഴിച്ചിട്ടില്ല. പിന്നെ ഒരു 4 മണി 5 മണി സമയത്ത് വന്നിട്ട് അവിടെ നിന്നുള്ള ചില സ്നാക്സൊക്കെ കഴിച്ചിട്ടുള്ളൂ. ഡിന്നർ കഴിക്കാൻ പോവാം. ഇതാണ് കോറിഡോറ്. ഗുഡ് ഈവനിങ്. എന്തൊക്കെയാ ആദ്യമല്ലേ നോക്കിയിട്ടാ പോയിട്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് റൊട്ടി എടുത്തു, പിന്നെ കറി, കുറച്ച് സാലഡ്സ് എടുത്തു,
ഇതിന് ശേഷം ബാക്കിയുള്ളത് പോയി എടുക്കാമല്ലോ. ഇതിന് ശേഷം എടുക്കാം. കാരണം വലിയ തിരക്കായില്ല, ആൾക്കാർ വരണമല്ലോ. ഓരോ പ്രോഗ്രാമുകൾ നടക്കണ കാരണം ആൾക്കാർ വരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വേഗം വന്നെടുത്തു. അപ്പോൾ ഇന്നത്തെ ഡിന്നറാണ്. ലഞ്ച് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഡിന്നർ നല്ല നിലയ്ക്ക് അലക്കാമെന്ന് കഴിച്ചു. അത്രേ ഉള്ളൂ. അതിൽ ലെമൺ എടുത്തില്ല, അങ്ങനെ നമുക്ക് പിഴിഞ്ഞ് ഒഴിക്കാൻ പോകും. സാലഡ്സ് കഴിക്കാം. ബ്രോക്കോളി ഇതാ 1800 യാത്രക്കാരും 600ഓളം ക്യാബിൻ ക്രൂസും. അവിടെയുള്ള ഭക്ഷണം വേണം. 5 നേരമാണ് ഭക്ഷണം. ലിക്കർ അതും വേണം. എളുപ്പമല്ല. ഞാൻ വീണ്ടും പോയി ഭക്ഷണം എടുത്തു. ഞാനൊരു വെജ് പുലാവ് എടുത്തു. പിന്നെ വേറെ എന്തൊക്കെയോ കറിയും കാര്യങ്ങളൊക്കെ വേറെ എടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു ട്രിപ്പും കൂടി അടിക്കാൻ പോവാം. ഉച്ചയ്ക്കൊന്നും കഴിക്കാതെ കാരണം നല്ല വിശപ്പ്. പപ്പടമുണ്ട്, പലതരത്തിലുള്ള പപ്പടമുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പപ്പടം ഇല്ല കേട്ടോ. കുട്ടാൻ അല്ലേ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ക്രൂസ് ഷിപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് സെറ്റപ്പ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ? ഇതുപോലെ റെസ്റ്റോറൻറ്റ് അത് ഇതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ? ഉണ്ടാ അല്ല, ഇതുപോലെ ഇങ്ങനെ ഉള്ളൊരു ഈ കാണുന്ന പോലുള്ള റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. മുകളിൽ ഇങ്ങനെ ഡക്കില് പൂള്, പാട്ട്, ഷോ, ഇതൊന്നും വിചാരിച്ചില്ലല്ലോ. അതാണ് ക്രൂസ് ഷിപ്പ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഡെസർട്ട് എടുത്തു. ഇത് ഗുലാബ് ജാമ്, എന്തൊക്കെ സാധനങ്ങളുണ്ട് എനിക്ക് തന്നെ അറിയില്ല. ഇവിടെ ഒരു മാജിക് ഷോ അല്ലേ, മാജിക് ഷോ ഉണ്ട്, അത് കാണട്ടോ. അത് കഴിഞ്ഞ് കിടന്നുറങ്ങും.